കാഴ്ചപ്പാട്. ഏറ്റവും റീസെൻ്റ്ലി നടന്ന UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു സംസാരിക്കുന്നതിനിടയിലായിട്ട് കുറെ ഒരുപാട് കൂവിളികളും അതുപോലെ തന്നെ ഒരുപാട് എഴുന്നേറ്റ് കൂവിവിളികളും പോകുന്നതൊക്കെ. ഒരുപാട് ആളുകളൊക്കെയും എഴുന്നേറ്റ് പോവുകയുണ്ടായി. അത് ഗസയിലെ ജനങ്ങളുടെ ഐക്യതയാണ്. Yes. അവിടുത്തെ പിടഞ്ഞു വീണ് മരിച്ച 18,000 കുട്ടികളുണ്ട്. ഒരു ദിവസം മാത്രം പ്രായമുള്ള ഒരു പറ്റം കുട്ടികളുണ്ട്. ചെറിയ പ്രായമുള്ള ഇസ്രായേൽ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, പാലസ്തീൻ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളോടുള്ള ഐക്യദാർഢ്യവും സ്നേഹവും കാരുണ്യമൊക്കെയാണ് അവിടുന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾ കാണിച്ചത്. ഇപ്പം ഏറ്റവും റീസെൻ്റ്ലി വന്ന ഒരു വാർത്ത, UN അസംബ്ലിയിലെ മെമ്പർ അല്ലെങ്കിൽ UN മെമ്പറായിട്ടുള്ള 21 രാജ്യങ്ങൾ, ഫ്രാൻസും UK-യുടെ ലണ്ടനിൽ UK-യുടെ പ്രധാനമന്ത്രി പോലും ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായെന്നുള്ളതാണ്. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, 21 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇന്നലെ വന്ന വാർത്തയിൽ പറയുന്നത് 21 രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ വിവിധ ഇടങ്ങൾ ഗസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഓരോ ഇടത്ത്, യൂറോപ്യൻ യൂണിയനിലാണെങ്കിൽ പോലും ഓരോ രാജ്യത്തിൻ്റെയും തെരുവീതികളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയും സംസാരിക്കാനും ഒരുപാട് ആളുകൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ പോലും തെരുവിലിറങ്ങുന്നത് കാഴ്ച അടുത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ്.